ശ്ലീഹ ഏഴാംബുധൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളുടെ വിശകലനം. 2 യജമാനന്മാരെ ഒരുമിച്ച് സേവിക്കാൻ കഴിയില്ല. അവിശ്വസ്തനായ ഒരു കാര്യസ്ഥൻ പിടിക്കപ്പെട്ടപ്പോൾ എപ്രകാരം കീഴെയുള്ളവരുടെ കടം വെട്ടിക്കുറച്ച് അവരുടെ പ്രീതിക്ക് പാത്രീഭൂതനായി എന്ന ഉപമ പറഞ്ഞുകൊണ്ട് നൽകുന്ന ഉപദേശമാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം. ഈ ലോകത്തിൽ നിനക്ക് മിച്ചസമ്പാദ്യമുണ്ടെങ്കിൽ അത് അധാർമ്മിക സമ്പത്തായി മാറാതിരിക്കാനുള്ള ഉപദേശമാണിത്. അധാർമ്മിക സമ്പത്തുകൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളുവിൻ. നിത്യകൂടാരങ്ങളിൽ അത് നിങ്ങൾക്ക് മുതൽക്കൂട്ടായി മാറും. കാരണം ഈ ലോകത്തിന്റെ യഥാർത്ഥ ധനം നിനക്ക് ചുറ്റുമുള്ള നിന്റെ സഹോദരങ്ങളാണ്, പ്രത്യേകിച്ച് ദരിദ്രർ. അതിനായിട്ടാണ് ദൈവം നമുക്ക് സമ്പത്ത് നൽകിയിരിക്കുന്നത്. ചെറിയ കാര്യത്തിൽ വിശ്വസ്തത കാണിച്ചാൽ സ്വർഗത്തിലെ വലിയ കാര്യങ്ങൾ നിന്നെ ബലമേൽപ്പിക്കും. ദൈവത്തെയും ധനത്തെയും ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല. ദൈവം മനുഷ്യന്റെ ഹൃദയങ്ങളെ അറിയുന്നു. മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. നിന്റെ ഹൃദയം ഒന്നുകിൽ ദൈവിക കാര്യങ്ങളിൽ അല്ലെങ്കിൽ ലൗകിക കാര്യങ്ങളിൽ വ്യാപൃതമായിരിക്കും. 2 യജമാനന്മാരെ സേവിക്കുക സാധ്യമല്ല. എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയുന്നതല്ല പുതിയ നിയമപ്രമാണങ്ങൾ. അവ ബലം പ്രയോഗിച്ച് മാത്രം നേടിയെടുക്കാൻ കഴിയുന്നവയാണ്.